ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ലൊരു വെറൈറ്റി റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ അടിപൊളി ഒരു ചിക്കൻ വെച്ചുള്ളൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ വൈറലായി കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പി തന്നെയാണിത് കേട്ടോ. അപ്പോൾ ഞാനും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ആദ്യം ഞാൻ ഇവിടെ എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എല്ലില്ലാത്ത പീസാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കാശ്മീരി ചില്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് അധികം വെക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഉള്ളിയൊക്കെ ഒന്ന് വാട്ടുന്ന ഒരു സമയം വരെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഫ്രീസറിൽ വെക്കണ്ട കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു സവാള ചെറുതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തതൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 5 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു സവാള ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് ഒന്ന് വഴന്ന് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. എന്നാൽ ഒരുപാട് വഴന്ന് ബ്രൗൺ കളറാവൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് ഒന്ന് വാടി വന്ന ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 1/2 കപ്പോളം ഞാൻ തേങ്ങ ചെറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു തേങ്ങ ഒരുപാടൊന്നും ഇട്ടിട്ട് വറുത്തെടുക്കൊന്നും വേണ്ട, നന്നായിട്ട് ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതി. 2-3 മിനിറ്റ് മാത്രം ഒന്ന് ഇട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് ചൂടാക്കി എടുത്താൽ മതി. സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ ഒരു ഉള്ളി വഴറ്റിയെടുക്കുന്ന ഒരു സമയം വരെയെങ്കിലും ചിക്കൻ ഒന്ന് മസാല പിടിച്ചോട്ട് വെച്ചിട്ടാണ് ഞാൻ ആദ്യം ഉള്ളി വഴറ്റിയെടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം ആ ഒരു എണ്ണയിൽ തന്നെ ആ ഒരു ഉള്ളിയും തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ആ ഒരു ചിക്കൻ്റെ ഫ്ലേവറൊക്കെ നമ്മുടെ ആ ഒരു ഉള്ളിയിലും തേങ്ങയിലൊക്കെ നന്നായിട്ട് തന്നെ ആയി കിട്ടും. അപ്പോൾ എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചിക്കൻ ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് 2 സൈഡൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ പീസുകളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാണ്. ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു എണ്ണയിലേക്ക് ഞാൻ ആ ഒരു തേങ്ങയും ഉള്ളിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്, നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള. അപ്പം ഈ ചിക്കൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഉള്ള ഈ ഒരു എണ്ണ ഇതിലേക്ക് ആയിക്കോട്ടെ എന്ന് കഴിഞ്ഞിട്ടാട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക. ആ ഒരു എണ്ണയിൽ തന്നെ നിങ്ങൾ ഈ ഉള്ളിയും തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റവ് ഒന്നും ഓണാക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്നിട്ട് ഇട്ട് ഇളക്കിയിട്ടുള്ളൂ. ഈ മിക്സർ ചെറിയൊരു ജാർ എടുത്ത് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചിക്കനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്നിട്ട് കറക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്നുണ്ട് മിക്സർ ചാട്ടൊന്നുണ്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ആ ഒരു ചെറിയ ജാറിലേക്ക് തന്നെ ഞാൻ നമ്മൾ വറുത്ത് വെച്ചുള്ള ഒരു ഉള്ളിയും തേങ്ങയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. അപ്പം നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചിക്കനിൽ ആദ്യം ഉപ്പ് ചേർത്ത് കൊടുത്താണ്. അപ്പോൾ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഉപ്പൊക്കെ ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പാകത്തിന് മാത്രം ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഞാൻ ഇവിടെ നിന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കനും നമ്മുടെ ഒരു തേങ്ങയുടെ ഉള്ളിലൊക്കെ ഉള്ള ഒരു മസാലയൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്നുണ്ട് കറക്കിയെടുക്കുക മാത്രമേ പാടുള്ളൂ, ഒരുപാട് അരച്ചെടുക്കരുത് കേട്ടോ. ഇനി ഇതും ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ കറക്റ്റ് ഇല്ലേ നോക്കട്ടെ. കുറവുണ്ടെങ്കിൽ ജസ്റ്റ് അതിലേന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ അതാ ഞാൻ രണ്ടും കൂടി നന്നായിട്ട് തന്നെ കൈകൊണ്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും പറയാനില്ല കേട്ടോ, അത്രയും ടേസ്റ്റ് ആയിട്ടുള്ളൊരു വെറൈറ്റി ചമ്മന്തി തന്നെയാണ്. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്താക്കാൻ പറ്റിയ റെസിപ്പി തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ചോറിൻ്റെ കൂടെ ഉപ്പേരിയോ കറികളോ ഒന്നും ആവശ്യമില്ല, ഈ ഒരു ചമ്മന്തി മാത്രം മതി. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ചോറിൻ്റെ കൂടെ കഴിക്കാൻ കറികളൊന്നും ഇല്ലെങ്കിലും ഈ ഒരു ചമ്മന്തി മാത്രം മതി കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇനി ഒരു നല്ലൊരു റെസിപ്പി വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരും